നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഇറാനും അമേരിക്കയും തമ്മിലുള്ള സംഘർഷം അത് കൂടുതൽ സങ്കീർണതയിലേക്ക് മാറുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇറാൻ പ്രസിഡന്റ് ട്രംപിനെ വധിക്കാനുള്ള ചില നീക്കങ്ങൾ നടത്തിയിരുന്നു എന്ന റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. ഇസ്രായേലിൻ്റെ ചാരസംഘടനയായ മൊസാദാണ് ഇത് മണത്തറിഞ്ഞത്. മൊസാദ് അമേരിക്കൻ പ്രസിഡന്റിൻ്റെ ഓഫീസിനെ ഇത് കൃത്യമായി തന്നെ ധരിപ്പിച്ചു. അതിനുശേഷമാണ് അമേരിക്ക ഇടഞ്ഞത്. സമാധാന ചർച്ചകൾ സ്വിറ്റ്സർലൻഡിൽ പുരോഗമിക്കുകയായിരുന്നു. ആ സമാധാന ചർച്ചകൾക്കിടയിലാണ് ഖമൈനിയുടെ ഖബറടക്കം അല്ലെങ്കിൽ സംസ്കാര ചടങ്ങുകൾ ഉണ്ടായത്. സംസ്കാര ചടങ്ങുകൾ കഴിഞ്ഞതിന് ശേഷം ചർച്ചകൾ പുനരാരംഭിക്കുമെന്നാണ് എല്ലാവരും വിചാരിച്ചത്. പക്ഷേ ആ സംസ്കാര ചടങ്ങുകൾ നടന്നുകൊണ്ടിരിക്കെ തന്നെ അമേരിക്ക കനത്ത ആക്രമണം നടത്തി. ചെറിയ ആക്രമണമൊന്നുമായിരുന്നില്ല. 85 കേന്ദ്രങ്ങളിലാണ് അമേരിക്ക അതിശക്തമായ ആക്രമണം ഇറാനുമേൽ നടത്തിയത്. ഈ ആക്രമണം ഈ ഹോർമൂസ് കടലിടുക്കിലൂടെ കടന്നുപോയ വാണിജ്യ കപ്പലുകളെ ആക്രമിച്ചതിൻ്റെ പശ്ചാത്തലത്തിലാണ് എന്നാണ് അമേരിക്ക വെളിപ്പെടുത്തിയത്. പക്ഷേ അതങ്ങനെയല്ല. ട്രംപിന് നേരെ നേരിട്ട് ഇറാൻ ഒരു വധശ്രമം നടത്തിയ കാര്യം ട്രംപിൻ്റെ ഓഫീസ് അറിഞ്ഞതിന് ശേഷമാണ് ഇത്തരത്തിലുള്ള ഒരു മനംമാറ്റം അമേരിക്കയ്ക്കുണ്ടായത് എന്നാണ് പുതിയ റിപ്പോർട്ടുകൾ. എന്നാൽ എന്നും താൻ ഇറാൻ്റെ ടാർഗറ്റ് ആയിരുന്നുവെന്ന് പറയുകയാണ് ഡൊണാൾഡ് ട്രംപ്. ഒരു അന്താരാഷ്ട്ര മാധ്യമത്തിന് അനുവദിച്ച ഒരു അഭിമുഖത്തിലാണ് ട്രംപ് മനസ്സ് തുറന്നത്. തന്നെ നിരവധി കാലങ്ങളായി വധിക്കാൻ ഇറാൻ ശ്രമിക്കുകയാണ്. തനിക്ക് നേരെ നടന്ന പല വധശ്രമങ്ങളുടെയും പിന്നിൽ ഇറാൻ്റെ ഏജന്റുമാരാണ്. അതുകൊണ്ട് തന്നെ പുതിയ ഒരു ശ്രമം അതിനെ അങ്ങനെ കാണുന്നില്ല എന്നാണ് ട്രംപ് പറഞ്ഞത്. മാത്രമല്ല, തന്നെ വധിക്കാൻ ശ്രമിച്ചാൽ ഇറാൻ പാഠം പഠിക്കുമെന്നും ഇറാനെ ഈ ഭൂമുഖത്തു നിന്ന് തന്നെ ഇല്ലാതാക്കാനുള്ള ആക്രമണം അമേരിക്ക നടത്തുമെന്നും അതിനുശേഷം ഇറാൻ ഈ ഭൂപടത്തിൽ ഉണ്ടാകില്ല എന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകി. തനിക്ക് നേരെ ഇറാൻ്റെ വധശ്രമം ഉണ്ടായാൽ അല്ലെങ്കിൽ താൻ വധിക്കപ്പെട്ടാൽ പിന്നെ അടുത്ത മണിക്കൂറുകളിൽ എന്താണ് നടക്കേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് അമേരിക്കൻ സൈന്യത്തിന് വ്യക്തമായ ധാരണയുണ്ട് എന്ന് ട്രംപ് തുറന്നടിച്ചു. അതായത് താൻ ഇതിനോടകം തന്നെ ഇതുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ അമേരിക്കൻ സൈന്യത്തിനും അതുപോലെ തന്നെ പെൻറ്റഗണിനും നൽകിയിട്ടുണ്ട് എന്നും ട്രംപ് തുറന്നടിക്കുന്നു. അതായത് അമേരിക്കൻ പ്രസിഡന്റിനെ ഇറാൻ വധിക്കാൻ ശ്രമിക്കുകയോ അല്ലെങ്കിൽ അങ്ങനെ ഒരു അറ്റംപ്റ്റ് വിജയിക്കുകയോ ചെയ്താൽ അടുത്ത നിമിഷങ്ങളിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് പ്രസിഡന്റ് ട്രംപ് തന്നെ അമേരിക്കൻ സൈന്യത്തിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്ന വെളിപ്പെടുത്തൽ അദ്ദേഹം തന്നെ ഇപ്പോൾ നടത്തുകയാണ്. എന്ന് പറഞ്ഞാൽ ഇറാനും അമേരിക്കയും തമ്മിൽ വീണ്ടും വലിയ രീതിയിലുള്ള സംഘർഷം ഉടലെടുത്തിരിക്കുന്നു. അഭിപ്രായ വ്യത്യാസങ്ങൾ ഉടലെടുത്തിരിക്കുന്നു. നേരത്തെ ഈ പരമാവധി ഇറാനെ ചർച്ചയിലേക്ക് കൊണ്ടുവന്ന് പ്രശ്നം പരിഹരിക്കാനാണ് അമേരിക്ക ശ്രമിച്ചത്. അതേസമയം അമേരിക്കയുടെ സഖ്യകക്ഷിയായ ഇസ്രായേൽ അതിന് അനുവദിച്ചില്ല. അതായത് ഇസ്രായേൽ എപ്പോഴും പറയുന്നത് ആക്രമണം നിർത്തരുത് എന്നാണ്. ഒരു കാരണവശാലും ഈ വെടിനിർത്തൽ പോലും പ്രഖ്യാപിക്കരുത്, ആക്രമണം നിർത്തരുത്, ഇറാൻ്റെ സൈനിക ശേഷിക്ക് ഒന്നും സംഭവിച്ചിട്ടില്ല, ആ സൈനിക ശേഷി ഇല്ലാതാകുന്നത് വരെ ആക്രമണം തുടരണം, ഇല്ലെങ്കിൽ ഇസ്രായേലിനും അമേരിക്കയ്ക്കും അത് ദോഷം ചെയ്യും എന്ന മുന്നറിയിപ്പാണ് ഇസ്രായേൽ നൽകിക്കൊണ്ടിരുന്നത്. അപ്പോഴും പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത് നിങ്ങൾക്ക് ഭ്രാന്താണ് എന്നാണ്. നെതന്യാഹുവിനെ ട്രംപ് ഭ്രാന്തൻ എന്ന് പോലും വിളിച്ചു. കാരണം ഈ ലെബനനിലൊക്കെ ഇങ്ങനെ വലിയ ആക്രമണം നടത്തുന്നത് എന്തിനാണ്? സമാധാന ചർച്ചകൾ വിജയിക്കുന്നെങ്കിൽ വിജയിക്കട്ടെ. ഇറാൻ്റെ ആണവായുധങ്ങളാണല്ലോ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അജണ്ട. ആ ആണവായുധങ്ങൾ ഒരുപക്ഷെ നിർവീര്യമാക്കാൻ ചർച്ചയിലൂടെ സാധിക്കും, അല്ലെങ്കിൽ ഈ ഹോർമൂസ് കടലിടുക്കിൽ നമ്മൾ നടത്തുന്ന ഉപരോധത്തിലൂടെയൊക്കെ സാധിക്കും, ഇറാനെ വരുതിയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും. ആക്രമണമല്ല ഇപ്പോൾ നടത്തേണ്ടത് എന്നായിരുന്നു ട്രംപിൻ്റെ നിലപാട്. പക്ഷേ പൊടുന്നനെ ട്രംപ് നിലപാട് മാറ്റി. അത് മൊസാദിൻ്റെ ഈ കണ്ടെത്തലിനെ തുടർന്നാണ് എന്നാണ് സൂചന. പക്ഷേ മൊസാദ് ഇങ്ങനെ ഒരു വെളിപ്പെടുത്തൽ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു റിപ്പോർട്ട് അമേരിക്കയ്ക്ക് കൈമാറിയെന്ന വാർത്ത ഡൊണാൾഡ് ട്രംപ് തള്ളുകയാണ്. എന്തായാലും അമേരിക്കൻ മാധ്യമങ്ങൾ പുതിയ പ്രകോപനത്തിന് പിന്നിൽ ട്രംപിനെ വധിക്കാൻ ശ്രമിച്ചത് തന്നെയാണ് എന്ന് ഉറപ്പിച്ചു പറയുകയാണ്. തനിക്ക് നേരെ നടക്കുന്ന വധശ്രമത്തെക്കുറിച്ച് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്നിപ്പോൾ തുറന്നു പറയുകയും ചെയ്തിരിക്കുന്നു. മാത്രമല്ല, അങ്ങനെ ഒരു കാര്യമുണ്ടായാൽ കൃത്യമായ തിരിച്ചടി നൽകും, ഇന്നുവരെ ഇറാൻ കാണാത്ത തിരിച്ചടി നൽകുമെന്നും അമേരിക്കൻ പ്രസിഡന്റ് പറയുന്നു. ഇതുവരെ നടന്നതുപോലെയല്ല, വ്യക്തമായി ഇറാൻ നേരിട്ട് ഈ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ വകവരുത്താനായി പദ്ധതികൾ തയ്യാറാക്കി മുന്നോട്ട് പോവുകയാണ് എന്ന ഒരു മുന്നറിയിപ്പാണ് മൊസാദ്
അമേരിക്കയ്ക്ക് നൽകിയത്. കാരണം ആയത്തുള്ള ഖമേനിയുടെ ഖബറടക്കവും അതുപോലെ സംസ്കാര ചടങ്ങുകൾക്കിടയിലുമെല്ലാം ലക്ഷക്കണക്കിന് ജനങ്ങൾ പങ്കെടുക്കുന്നത് നമ്മൾ കണ്ടതാണ്. ആ ജനങ്ങളെല്ലാം ഉയർത്തിയ ഒരേ ഒരു പ്ലക്കാർഡ് എന്നത് ഡൊണാൾഡ് ട്രംപിനെ വധിക്കും എന്നതായിരുന്നു. അതായത് ഇറാൻ ജനത അങ്ങനെ ഒരു പ്രതിജ്ഞ എടുത്തിരിക്കുന്നു. അതിനുശേഷമാണ് അമേരിക്കൻ പ്രസിഡന്റിനുള്ള സുരക്ഷ അമേരിക്ക വർദ്ധിപ്പിച്ചത്. മാത്രമല്ല ഒട്ടനവധി വധശ്രമങ്ങൾ നടക്കുകയും ചെയ്തിട്ടുണ്ട്. പ്രസിഡന്റിന് നേരെയുള്ള എല്ലാ ഭീഷണികളെയും അതിസൂക്ഷ്മമായി തന്നെ സുരക്ഷാ സൈനികർ പരിശോധിക്കുകയാണ്. ഈ സാഹചര്യത്തിലാണ് മൊസാദ് വളരെ വ്യക്തമായി ഒരു മുന്നറിയിപ്പ് നൽകുന്നത്. ആ മുന്നറിയിപ്പാണ് ഇറാന് നേരെയുള്ള അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നിലപാട് മാറ്റാനിടയായത്. ഇറാനെ തലങ്ങും വിലങ്ങും ആക്രമിക്കാൻ ഡൊണാൾഡ് ട്രംപ് ശ്രമിക്കുന്നതും അതുകൊണ്ടാണ്. വലിയ സുരക്ഷാ ഭീഷണി നേരിടുന്ന ഒരു രാഷ്ട്രത്തലവനാണ് ഡൊണാൾഡ് ട്രംപ് എന്ന കാര്യത്തിൽ തർക്കമില്ല. അത് ഇപ്പോൾ, അതായത് 2026 ഫെബ്രുവരി 28 ശേഷം വലിയ രീതിയിൽ വളർന്നിരിക്കുന്നു ആ സുരക്ഷാ ഭീഷണി. കാരണം ഫെബ്രുവരി 28 അമേരിക്കയും ഇസ്രായേലും സംയുക്തമായി ഇറാനെതിരെ ആക്രമണം ആരംഭിച്ചത്. ആക്രമണത്തിൻ്റെ ആദ്യ ദിവസത്തിൽ തന്നെ ഇറാൻ്റെ പരമോന്നത ആത്മീയ നേതാവ് ആയത്തുള്ള ഖമേനി കൊല്ലപ്പെട്ടു. ആയത്തുള്ള ഖമേനി പതിവ് പോലെ ഈ ഓഫീസ് പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുകയായിരുന്നു. അദ്ദേഹം അമേരിക്കയെ ആക്രമിക്കുമെന്ന് ഒരു കാരണവശാലും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. ബംഗറിൽ പോയി ഒളിക്കാനോ മറ്റു സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കാനോ അദ്ദേഹം ശ്രമിച്ചില്ല. സാധാരണ ഏതൊരു ദിവസത്തെയും പോലെ ഖമേനി തൻ്റെ ഓഫീസിൽ തിരക്കുകളിലായിരുന്നു. ഉന്നത ഉദ്യോഗസ്ഥരുമായി സംഭാഷണം നടത്തുകയായിരുന്നു. ആ സമയത്താണ് അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും ബോംബിംഗ് ഉണ്ടാകുന്നത്. ആ ബോംബിങ്ങിൽ ആയത്തുള്ള ഖമേനി കൊല്ലപ്പെടുന്നു. ഖമേനി മാത്രമല്ല, ഖമേനിയുടെ കുടുംബാംഗങ്ങൾ, ഖമേനിയുടെ സുഹൃത്തുക്കൾ, അതോടൊപ്പം തന്നെ ഉന്നത സൈനിക നേതൃത്വം, ഇവരെല്ലാം തന്നെ തുടച്ചു മാറ്റപ്പെടുന്നു. ആദ്യ ദിവസം തന്നെ നേതാവ് വധിക്കപ്പെട്ടതിനാൽ ഇനി അങ്ങോട്ട് ഇറാന്റെ കീഴടങ്ങലായിരിക്കും എന്നാണ് എല്ലാവരും ധരിച്ചത്. പക്ഷേ ഇറാൻ കീഴടങ്ങിയില്ല. ഇറാൻ പ്രതിരോധിച്ചു നിന്നു. ഇറാൻ ഈ പറയുന്ന ഗൾഫ് രാജ്യങ്ങളെ ആക്രമിച്ചുകൊണ്ടേയിരുന്നു. അമേരിക്കയുടെ ഓരോ ആക്രമണത്തിനും ഇറാൻ പ്രത്യാക്രമണം നടത്തിയത് ഗൾഫ് രാജ്യങ്ങളിലേക്കായിരുന്നു. പതിയെ പതിയെ യുദ്ധമുഖം ഇറാൻ ഹോർമൂസ് കടലിടുക്കിലേക്ക് മാറ്റി. അവിടെ ഹോർമൂസ് കടലിടുക്ക് അടച്ചിട്ടുകൊണ്ട് വലിയ അന്താരാഷ്ട്ര പ്രശ്നങ്ങൾ ഉണ്ടാക്കി. അങ്ങനെയാണ് അമേരിക്കയെ അടക്കമുള്ള രാജ്യങ്ങളെ സമ്മർദ്ദത്തിലാക്കാൻ ഇറാന് സാധിച്ചത്. ഇറാനെ ചർച്ചയ്ക്ക് കൊണ്ടുവരാൻ അമേരിക്ക വളരെയധികം ബുദ്ധിമുട്ടി. പാകിസ്ഥാനെ പറഞ്ഞയച്ച് മധ്യസ്ഥ ശ്രമം നടത്തി നോക്കി. ഗൾഫ് രാജ്യങ്ങൾ മധ്യസ്ഥ ശ്രമം നടത്തി. എന്നാൽ അതിനെല്ലാം ഏറ്റവും ഒടുവിൽ ഇറാൻ ചർച്ചയ്ക്ക് വരാമെന്ന് സമ്മതിച്ചു. അമേരിക്ക ഇറാന്റെ കഴുത്തിന് പിടിക്കുന്ന രീതിയിലുള്ള സമ്മർദ്ദമാണ് നടത്തിയത്. ഹോർമൂസ് കടലിടുക്കിൽ അമേരിക്കയും സൈനിക സാന്നിധ്യം ശക്തമാക്കി. അതിനുശേഷം ഇറാന്റെ തുറമുഖങ്ങൾ അമേരിക്ക ഉപരോധിക്കുകയും ചെയ്തു. ഇറാന്റെ ഏക വരുമാന മാർഗമായ എണ്ണക്കച്ചവടം അതോടെ നിലച്ചു. അങ്ങനെ ഇറാന് സാമ്പത്തികമായി തളർത്താനും ചർച്ചയ്ക്ക് കൊണ്ടുവരിക്കാനും അമേരിക്കയ്ക്ക് കഴിഞ്ഞു. എന്നാൽ ചർച്ചയിൽ ഇതുവരെയും ഒരു പുരോഗതി ഉണ്ടായിട്ടില്ല. സമാധാന ഉടമ്പടിയിൽ ഒപ്പുവെച്ചു, ശരിയാണ്. പിന്നീട് അങ്ങോട്ടാണ് വിവാദ വിഷയങ്ങളിൽ ചർച്ച നടക്കേണ്ടത്. വിവാദ വിഷയങ്ങൾ ഇറാന്റെ ആണവായുധവുമായി ബന്ധപ്പെട്ടതാണ്. 60% സമ്പുഷ്ടീകരിക്കപ്പെട്ട യുറേനിയം ഇറാന്റെ കയ്യിലുണ്ട്. അത് 90% എത്തിയാൽ ഇറാന് ആണവായുധങ്ങൾ നിർമ്മിക്കാനാകും. അങ്ങനെ ഇറാൻ ആണവായുധം നിർമ്മിച്ചാൽ ഇസ്രായേലിനും അമേരിക്കയ്ക്കും അതൊരു ഭീഷണിയായി മാറും. പ്രത്യേകിച്ച് ഇസ്രായേലും അമേരിക്കയും ചേർന്ന് ഇറാന്റെ പരമോന്നത നേതാവിനെ വധിച്ചു എന്ന് പറയുമ്പോൾ ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി നെതന്യാഹുവിനെയും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെയും വധിക്കാൻ ഇറാൻ എന്തായാലും ശ്രമിക്കുമെന്നുറപ്പാണ്. ഇതുകൂടിയായപ്പോഴാണ് പ്രസിഡന്റിന്റെ സുരക്ഷാ ഭീഷണി വലിയ രീതിയിൽ ഉയർന്നത്. മാത്രമല്ല, ഇപ്പോൾ ഇറാൻ നേരിട്ട് അമേരിക്കൻ പ്രസിഡന്റിനെ വധിക്കാൻ ശ്രമിക്കുന്നു എന്ന സൂചനകളുമാണ് പുറത്തു വരുന്നത്. ഇതിനെതിരെയാണ് അമേരിക്ക ഇപ്പോൾ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. മാത്രമല്ല, ഇപ്പോൾ അമേരിക്കയും അതുപോലെ തന്നെ ഇറാനും തമ്മിൽ സ്വിറ്റ്സർലൻഡിൽ ഉണ്ടാക്കിയ സമാധാന ഉടമ്പടി അത് ഈ പുതിയ സംഭവ വികാസങ്ങളുടെ പശ്ചാത്തലത്തിൽ റദ്ദാക്കിയതായി അമേരിക്ക അറിയിക്കുന്നു. സമാധാന ഉടമ്പടിയിൽ പറയുന്ന ഒരു കാര്യവും ഇനി ഉണ്ടാവില്ല. പക്ഷേ ചർച്ചകൾ, യുദ്ധം നിർത്തുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ അത് പുരോഗമിക്കുമെന്നും ചർച്ചകളുമായി അമേരിക്ക സഹകരിക്കുമെന്നും ഡൊണാൾഡ് ട്രംപ് അറിയിക്കുന്നുണ്ട്. ഇതോടുകൂടി പുതിയ ചർച്ചകൾക്കായി അല്ലെങ്കിൽ പുതിയ മധ്യസ്ഥ ശ്രമങ്ങളുമായി ഗൾഫ് രാജ്യങ്ങൾ രംഗത്തിറങ്ങിയിട്ടുമുണ്ട്. അമേരിക്കൻ പ്രസിഡന്റിനെ വധിച്ചേ അടങ്ങൂ എന്ന് ഇറാൻ ഇപ്പോൾ പദ്ധതിയിട്ടിരിക്കുന്നു. ഇസ്രായേൽ പറഞ്ഞത് ശരിയായി മാറിയിരിക്കുന്നു. ഒരു കാരണവശാലും ഇറാനോട് ചർച്ച നടത്തരുതെന്നും ഇറാനെ ആക്രമിക്കുന്നത് നിർത്തരുതെന്നും നേരത്തെ ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹു മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. നെതന്യാഹുവിൻ്റെ വാക്കുകൾ ഇപ്പോൾ സത്യമായി വരുന്നു. ചർച്ചകൾക്കിടയിലും ഇറാൻ അട്ടിമറിക്ക് ശ്രമിക്കുന്നു എന്നുള്ളത് തന്നെ. അതായത് ഈ ആയത്തുള്ള ഖമേനിയുടെ സംസ്കാര ചടങ്ങുകൾ പുരോഗമിക്കുമ്പോൾ തന്നെ വാണിജ്യ കപ്പലുകൾക്ക് നേരെ ആക്രമണം ഉണ്ടായതുപോലെ
ഇറാൻ പകയുമായി നടക്കുകയാണ്. ഇറാൻ ഏത് സമയവും പകരം വീട്ടുമെന്ന് അമേരിക്കയ്ക്കും ഇസ്രായേലിനും ഇപ്പോൾ ബോധ്യമായിരിക്കുന്നു. അതുകൊണ്ട് തന്നെ പശ്ചിമേഷ്യയിലെ സാഹചര്യങ്ങൾ പ്രവചനാതീതമായി മാറുകയുമാണ്.